കൈസം, താങ്കൾ കേട്ടിട്ടുണ്ട് ഈ ഏജൻസിയെ കുറിച്ച്? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിക്ക് ഒരു പത്രസമ്മേളനം നടത്താൻ ഒരു PR ഏജൻസിന്റെ ആവശ്യമുണ്ടോ? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹം തീരെ സമ്മേളനങ്ങൾ നടത്താത്ത വ്യക്തിയാണ്. ഒരു പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പത്രമാധ്യമ പ്രവർത്തകർ കെഞ്ചുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു PR ഏജൻസി വന്ന് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഇത് ചെയ്യേണ്ട വല്ല ഗതികേടും കേരളത്തിലെ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്കുണ്ടോ? എനിക്കറിയില്ല. അപ്പം ഇതൊക്കെ പച്ചക്കള്ളല്ലേ? പച്ചക്കള്ളം. എത്ര കാലം ഇങ്ങനെ പറ്റിക്കാൻ കഴിയും? ഈ PR ഏജൻസി ആരുടേതാണ്, എന്താണ് എന്നൊക്കെ ഒന്ന് വിശദമായി അന്വേഷിക്കേണ്ടതല്ലേ ശ്രീ PV അൻവർ? കാരണം ഈ ഹിന്ദുവിന്റെ വിശദീകരണം ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ആ വിശദീകരണം വന്നിരിക്കുന്നത്. PR ഏജൻസിയുടെ തലയിലേക്ക് വിവാദമുണ്ടാകുമ്പോൾ വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണോ എന്ന ഒരു സംശയം കൂടി അതിലുണ്ട്. അതിലൊരു വ്യക്തത വേണ്ടതല്ലേ? ഇനിയിപ്പോൾ തിരിച്ചാണെങ്കിൽ ഹിന്ദുവിന്റെ ന്യായീകരണം തെറ്റാണെങ്കിൽ. എന്റെ സ്മൃതി, നിങ്ങളത് അന്വേഷിച്ചൊന്നും പോകണ്ട. കഥയും തിരക്കഥയും സംവിധാനവും ഒരുക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഒറ്റ കാര്യം ഞാൻ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിനോട് പറയാനുള്ളത്, ഈ കണ്ടു കാണപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ഈ PR-ഉം ഇപ്പം അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ഏജൻസികളെല്ലാം കൂടെ ആണ് ഒരിച്ച് ഈ മുഖ്യമന്ത്രിയായിട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വളരെ വിനീതമായി പാർട്ടിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ദയവായി അദ്ദേഹം ഇതിൽ നിന്ന് മാറി നിൽക്കണം. ഈ പാർട്ടിക്ക് വേറൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താലോ? അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്നൊന്ന് മാറി നിന്ന് പാർട്ടിയുടെ പ്രവർത്തനവും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനവും സംയുക്തമായി നടത്തി മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് തയ്യാറാവണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ പാർട്ടി നേതൃത്വം അതിൽ ഇടപെടണം എന്നൊരു റിക്വസ്റ്റാണ് സത്യത്തിൽ എനിക്ക് കേരളത്തിലെ സഖാക്കൾക്ക് വേണ്ടിയിട്ടും കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടിയിട്ട് പറയാനുള്ളത്. ഇപ്പോൾ PV അൻവർ, ഇന്ന് വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രി ഇതിലൊരു വിശദീകരണം നൽകുമെന്ന് കേൾക്കുന്നുണ്ട്. ഉറപ്പില്ല സമയത്തെക്കുറിച്ച്. ഇപ്പോൾ ഈ കൈസൻ PR ഏജൻസി എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് കേട്ടോ. അവാർഡ് വിന്നിംഗ് PR ഡിജിറ്റൽ മീഡിയ ഏജൻസി എന്നൊക്കെയാണ് അവരുടെ സൈറ്റിൽ പറയുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്നൊരു വാർത്താ ഏജൻസി ഹിന്ദുവിനെ സമീപിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ എടുത്തു തരാം, ഞങ്ങൾ 2 പ്രതിനിധികൾ കൂടി ഉണ്ടാകുമെന്ന്. ഇതൊക്കെ ഒരു നാടകീയമായി തോന്നുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം? ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ തന്നെ കുരുക്കാൻ വേണ്ടി ആയിരിക്കുമോ എന്നൊക്കെ സംശയങ്ങളുണ്ടല്ലോ. അല്ല, അത് മുഖ്യമന്ത്രിയെ കുരുക്കാനൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇവരിത് ചെയ്തിട്ടുള്ളത് PR ഏജൻസി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ PRD വകുപ്പ് അവരെന്താ ചെയ്യേണ്ടിയിരുന്നത്? അവർ കേരളത്തിൽ ഇഷ്ടംപോലെ പത്രമാധ്യമ പ്രവർത്തകരുണ്ടല്ലോ. അവർക്കൊരു പത്രസമ്മേളനം കൊടുത്താൽ എന്താ അവർ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ഉത്തരം പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല, അല്ലെങ്കിൽ നേർക്കുനേരെ ഉത്തരം കിട്ടില്ല. അപ്പോൾ ഇത്രയും ഈ വിഷയങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആംഗിൾ അത് മലപ്പുറം ജില്ലയിലെയും കേരളത്തിലെയും ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാ കണ്ടോ എന്ന് പറഞ്ഞ് ഈ പത്രം കൊണ്ടുപോയി കേന്ദ്രത്തിലെ BJP നേതാക്കന്മാരെ സംതൃപ്തിപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഈ PRD ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അവർക്ക് കൊണ്ടുപോകാനുള്ളൊരു ഡോക്യുമെൻ്റായി ഈ പത്രത്തെ മാറ്റുകയാണ്. എന്തിന്? മുഖ്യമന്ത്രിക്ക് മുസ്ലിങ്ങളോടുള്ള വിരോധം പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻ്റായിട്ട് ഈ ഹിന്ദു പത്രത്തെ മാറ്റുക, അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റുമായി മുഖ്യമന്ത്രിയുടെ ദൂതന്മാർ ഈ പറയുന്ന BJP ഓഫീസിലും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലൊക്കെ പോയി കാണിച്ചു കൊടുക്കുക. അദ്ദേഹം കണ്ടോ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ഇതാണ് എന്ന് അവരെ സന്തോഷിപ്പിക്കണം. ആ സന്തോഷിപ്പിക്കാനൊരു വഴിക്കപ്പുറം എന്താണ് സ്മൃതി ഇത്? എന്താണിത്? എൻ്റെ കോമൺ സെൻസ് അങ്ങനെയാണ് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കത് മനസ്സിലാവുമോ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. അത് അവരാലോചിക്കട്ടെ.